കിനാവിൻ പ്രണയവനിയിൽ അലിഞ്ഞു ചേർന്ന രാഗമായി ഹബീബിൻ മധുനുകരുമാ മനം കവർന്ന താളമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റസാനത്ത് ഭാഗം 24. വനാഖിസുൽ ഇൽമി നുത്ഖൻ കാന യുക്തിറുഹു വഅൻഹു യസ്കുതു മൻ ഫി ഇൽമിഹി കമുലാ وصوت للصفر لا للثبر إذ نقرا فالصفر بالصوت لا يعلوه إذ خملا. وناقص العلم അറിവ് കുറഞ്ഞവർ നുത്ഖ സംസാരത്തെ കാന യുക്തിറുഹു അവൻ വർദ്ധിപ്പിക്കുന്നവനാകും. അറിവ് കുറഞ്ഞാൾ ധാരാളം സംസാരിക്കും. വഅൻഹു യസ്കുതു സംസാരത്തിൽ നിന്ന് അടങ്ങും മൻ ഒരുത്തൻ ഫി ഇൽമിഹി കമുല അവൻ വിജ്ഞാനത്തിൽ പൂർണ്ണനായിരിക്കുന്നു. അങ്ങനത്തെ ആള് സംസാരം കുറവായിരിക്കും. വസൗതു ലിസ്സുഫിരി ലാ ലിത്തിബിരി ഇദ് നുഖിറാ ഫസ്സുഫറു ബിസ്സൗതി ലാ യഅലൂഹു ഇദ് ഖമലാ. വസ്സൗതു ശബ്ദമാകുന്നത് ലിസ്സുഫിരി പിച്ചളക്കാണ്. ലാലിത്തിബിരി സ്വർണ്ണക്കട്ടിക്കല്ല. ഇത് നുഖിറാദിന് അടിക്കപ്പെടുന്ന വേളയിൽ ഫസ്ഫുറു എന്നാൽ പിച്ചള ബിസൗത്തി ശബ്ദം കൊണ്ട് ലായഅലുഹു അത് സ്വർണത്തെക്കാൾ സ്ഥാനം കൊണ്ട് ഉയർന്നില്ല. ഇത് ഖമല സ്വർണം ശബ്ദത്തിൽ പതുങ്ങിയ അവസരം. സ്വർണത്തിനടിക്കുകയാണെങ്കിൽ ശബ്ദം കുറവാണ്, പിച്ചളക്കടിക്കുമ്പോൾ അതിന് ശബ്ദം കൂടുതലാണ്. എന്നാൽ സ്വർണത്തിനാണ് ഏറ്റവും വില കൂടുതൽ, പിച്ചളക്ക് അതിൻ്റെ താഴെയാണ് അതിൻ്റെ വിലയുള്ളത്. സുഫർ എന്ന് പറഞ്ഞാൽ ഓട്, പിച്ചള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്പജ്ഞാനി സംസാരം വർദ്ധിപ്പിക്കും, അതേസമയം പൂർണ്ണജ്ഞാനി അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. പിച്ചളൻ്റെ മേല് മുട്ടുമ്പോൾ വലിയ ശബ്ദമുണ്ടാകും, എന്നാൽ സ്വർണത്തിൻ്റെ മേല് മുട്ടുമ്പോൾ പതുങ്ങിയ ശബ്ദം മാത്രമേ ഉണ്ടാകൂ. ശബ്ദം കൂടുതലുള്ളത് കൊണ്ട് പിച്ചളക്ക് സ്വർണത്തിൻ്റെ സ്ഥാനമില്ല. അല്പജ്ഞാനി കൂടുതൽ സംസാരിച്ചതുകൊണ്ട് അവന് അത്യാവശ്യം മാത്രം സംസാരിക്കുന്ന പണ്ഡിതൻ്റെ സ്ഥാനമില്ല. ഇതാ തമ്മൽ അഖ്ലു നഖസൽ കലാം. അലി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു, ബുദ്ധി പൂർണ്ണമായാൽ സംസാരം കുറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നല്ല ബുദ്ധിയോടുകൂടെ സംസാരിക്കാനും ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വയനാട്ടിൽ വലിയ ദുരന്തം നടന്ന് 100-ലേറെ ആളുകൾ മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾ, വല്ലാത്ത വിഷമത്തിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ, രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കട്ടെ, പൂർണ്ണ ആരോഗ്യം നൽകട്ടെ. അവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന പല നാട്ടുകളിലുള്ള ആളുകൾ, അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ക്ലാസ് കേൾക്കുന്ന, എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്ന ആളുകൾ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയായ ഇൽമ് നൽകട്ടെ. സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ള അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.